ഈ പറഞ്ഞ വ്യക്തിക്ക് അല്ലെങ്കിൽ ADHD ഉള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് വേണ്ട തരത്തിലുള്ളൊരു മോട്ടിവേഷൻ കിട്ടാതെ പോകുന്നു. ഇമ്പൾസ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പൂവറായിട്ട് നിൽക്കുന്നു. ഒരു വ്യക്തിയുടെ ബോൾഡം ത്രഷോൾഡ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഒരു കാര്യം ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു 10 കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നതെങ്കിൽ ഒരു ADHD ഉള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടീഷനുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അയാൾ ബോറടിച്ച് തുടങ്ങും. ഇങ്ങനെയുള്ള സിറ്റുവേഷനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ തന്നെ ചെയ്യുന്ന ചില നുണുക്ക് വിദ്യകൾ നമ്മൾ പറയില്ലേ, ചില പൊടിക്കൈകളാണ് ഒരു വ്യക്തിക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഡോപ്പമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് സംഹൗ ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോപ്പമിൻ റിലീസസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബോഡി എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുക, കൈ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക, കാല് വിറപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മെൻ്റലായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സിലേക്കൊക്കെ നമ്മളെ ഡൈവിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ കൂടുതൽ തോട്ട്സ് വരുന്ന സമയത്ത് ഡോപ്പമിൻ്റെ ഒരു സെക്രീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെയിനിൻ്റെ ചില ശ്രമങ്ങളുണ്ട്. അങ്ങനെയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് ADHD ഉള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടീഷനുള്ള വ്യക്തിക്ക് റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്.